بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته. ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന പ്രധാനമായ ഒരു വിഷയമാണ് പറയാൻ പോകുന്നത്. അതായത് മറ്റൊന്നുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം മാറ്റുന്ന പ്രശ്നങ്ങളില്ല, അത് നമുക്ക് തന്നിരിക്കും, അത് സംഭവിച്ചിരിക്കുകയും ചെയ്യും. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി പടച്ച തമ്പുരാൻ ഈ ഭൂമി ലോകത്ത് തന്നെ അതിൻ്റേതായ വഴികൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ദിക്റുകൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ദിക്റുകൾ നമ്മളിങ്ങനെ ഉരുവിടുമ്പോൾ, അതിങ്ങനെ ചെല്ലുമ്പോൾ അങ്ങനെ വരാനിരിക്കുന്ന ആപത്തുകളിൽ നിന്നും എല്ലാം നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അപ്പോൾ ആ ദിക്ർ ചെല്ലുന്നതിന് വലിയ പാടുകളൊന്നുമില്ല. നമസ്കാരങ്ങളും മറ്റ് കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇരുന്നു കൊണ്ട് നമ്മളൊരു 10-11 അല്ലെങ്കിൽ ഒരു 10-15 പ്രാവശ്യം ആ ദിക്ർ ചെല്ലുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അത് ചെല്ലുന്ന കാര്യത്തിൽ യാതൊരു മടിയും നമ്മൾ കാണിക്കാനും പാടില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹം അനുസരിച്ച്, അള്ളാഹുവിൻ്റെ തീരുമാനം അനുസരിച്ച് കാര്യങ്ങൾ മോശമായ രീതിയിലുള്ള തീരുമാനത്തിൽ പോകാതെ ഉണ്ട് നല്ലൊരു തീരുമാനം അള്ളാഹുവിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ നമുക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ പടച്ചവൻ ആ മോശമായ വശങ്ങളെ അങ്ങ് മാറ്റിയിട്ട് നമുക്ക് നന്മയിലേക്ക് നമ്മൾ എത്തിക്കുന്നതാണ്. നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ അല്ലാഹു തആല തരുകയും അതോടൊപ്പം ബർക്കത്തും ഐശ്വര്യവും സന്തോഷവും നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ ഗുണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല തരുകയും ചെയ്യും. അപ്പോൾ എന്ത് വേണമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്തേ പറ്റൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതനുസരിച്ച് നമ്മളെ ഡ്യൂട്ടി നമ്മൾ ചെയ്യണം. നമ്മളെ ഡ്യൂട്ടികൾ നമ്മൾ ചെയ്യാതെ കണ്ട് നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഏതെങ്കിലുമൊക്കെ ആപത്തുകൾ, നമുക്ക് ദുർവിധികൾ, ആപത്തുകൾ, ദുർമരണം, ഇടങ്ങേറ്, മുസീബത്ത്, ആപത്ത് തുടങ്ങിയ വിപത്തുകളൊക്കെ നമ്മൾ വന്നു പെടുമ്പോൾ നമ്മൾ സഹതാപിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ പടച്ച തമ്പുരാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വിധ കാര്യങ്ങളിൽ നിന്ന്, ഈ മോശമായ വഴികളിൽ നിന്ന്, ദുർവിധിയിൽ നിന്ന്, ദുർമരണത്തിൽ നിന്ന്, ഇടങ്ങേറിൽ നിന്ന്, ആപത്തിൽ നിന്ന്, മുസീബത്തിൽ നിന്നും ഇതിൽ നിന്നെല്ലാം നമുക്ക് അങ്ങ് രക്ഷപ്പെടാൻ കഴിയും. അതിനുള്ള ദിക്റാണ് ഇതിനകത്തുള്ളത്. ഇത് വെറുതെ ഉള്ള കാര്യമല്ല, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദിക്റുകളാണ്, പരിശുദ്ധമായ ഖുർആനിലുള്ള ഭാഗങ്ങളാണ്. അത് കൊച്ചു കാര്യങ്ങളൊന്നുമല്ല. ആരും മനസ്സിരുത്തി ഹൃദയത്തിനകത്ത് ഉൾക്കൊള്ളിച്ച് നിന്നുകൊണ്ട് പടച്ച തമ്പുരാനെ ഈ ദിക്റിലൂടെ ഞങ്ങളുടെ കാര്യങ്ങൾ നീ സാധിച്ചു തന്നെ അല്ല. എന്ത് ആപത്തുണ്ടെങ്കിലും നീ തട്ടി മാറ്റണേ തമ്പുരാനെ, എന്ത് ദുർവിധി ഉണ്ടെങ്കിലും നീ മാറ്റണേ അല്ല, ദുർമരണം ഉണ്ടെങ്കിൽ മാറ്റണേ തമ്പുരാനെ, ഇടങ്ങേറെ ആപത്ത് മുസീബത്തുകളൊക്കെ ഉണ്ടെങ്കിൽ നീ മാറ്റണേ അല്ല. എനിക്ക് വേണ്ടി ഞങ്ങളിത് ആ ദിക്ർ ചൊല്ലുന്നു അല്ല. പശ്ചാത്തപിച്ചുകൊണ്ട് റബ്ബേ നിനക്ക് ദിക്ർ ഞങ്ങൾ ചെല്ലുന്നു അല്ല, നീ സ്വീകരിക്കണേ തമ്പുരാനേ എന്നുള്ള നിയത്തോടുകൂടി ഈ ദിക്റങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഈ ദിക്ർ ചെല്ലുന്ന പാർട്ടിക്ക്, ദിക്ർ ചെല്ലുന്ന ആളിന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ഈ ദിക്റങ്ങ് ചെല്ലണം. എപ്പോഴെന്ന് ചോദിച്ചാൽ രാവിലെയും വൈകുന്നേരവും സമയം കിട്ടുന്നതനുസരിച്ച് ഈ ദിക്റങ്ങ് ചെല്ലണം. ആ ദിക്ർ ഞാൻ പറയാൻ പോകുന്നു. ഈ ദിക്ർ ചെല്ലുന്ന കാര്യത്തിൽ ഒരു മടിയും വേണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലാ അന്ത യാ ഹന്നാനു യാ മന്നാനു യാ ബദിഉസ് സമാവാതി വൽ അർദി യാ ദിൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലാ അന്ത യാ ഹന്നാനു യാ മന്നാനു യാ ബദിഉസ് സമാവാതി വൽ അർദി യാ ദിൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. ഈ ദിക്ർ ഒരു 11 പ്രാവശ്യം നിസ്കാരത്തിന് ശേഷം ഇരുന്നു കൊണ്ട് ഒരു വ്യക്തി ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുന്നതാണ്. അതിന് മുമ്പായിട്ട് കുറഞ്ഞത് ഒരു 3 പ്രാവശ്യം നമ്മൾ അസ്തഗ്ഫിറുല്ലാഹുൽ അദീം, അസ്തഗ്ഫിറുല്ലാഹുൽ അദീം, അസ്തഗ്ഫിറുല്ലാഹുൽ അദീം എന്നുകൂടി ഈ ദിക്ർ ചെല്ലുന്നതിന് മുമ്പായിട്ട് നമ്മളതും കൂടി എന്ന് പറഞ്ഞിട്ട് ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും തീർച്ചയായിട്ടും നമുക്ക് അനുകൂലം കിട്ടുകയും മറ്റെല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും, മോശമായ പ്രതിസന്ധി ഘട്ടങ്ങളെയും അല്ലാഹു തആല മാറ്റിത്തരുന്നതുമാണ്. ഈ ദിക്റുകൾ ചെല്ലുന്ന കാര്യത്തിൽ മടി വേണ്ട.
എന്തെങ്കിലും ഈ ദിക്ർ ചെല്ലണമെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പുറത്തു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തൽക്കാലം ഞാനിപ്പോൾ ഇത് നിർത്തുന്നു. ഈ ദിക്ർ ചെല്ലണം, ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യുകയും വേണമെന്നും അപേക്ഷിക്കുകയാണ്. ഈ വീഡിയോയിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ പ്രധാനമായൊരു കാര്യം ഇപ്പോൾ ഞാൻ പറയുകയാണ്. ഞാൻ ഈ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതിൽ ഏതെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് തോന്നുമെങ്കിൽ അതൊന്ന് കമൻസ് ചെയ്ത് നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ സംശയങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒക്കാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഞാനത് പ്രതീക്ഷിക്കുന്നു.